Hello, good morning, my dears. Okay. So last class we discussed about the biomechanical application to joint structure and function briefly. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് എല്ലായിട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഇനീഷ്യലി. In this chapter we are discussing about the types of motion, location of motion, direction of motion, then magnitude of motion, definition of forces, then forces of gravity, then reaction forces, equilibrium and object in motions, force of friction and concurrent force system, parallel force systems, muscle work, then moment arm for force and force components and equilibrium of levers. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താണ് ബയോമെക്കാനിക്സ് എന്താണെന്ന് നോക്കി. വാട്ട് ഈസ് ബയോമെക്കാനിക്സ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് മോഷൻ ഓഫ് ദി മെക്കാനിക്കൽ ആസ്പെക്ട് ഓഫ് ബയോമെക്കാനിക്കൽ സിസ്റ്റം അറ്റ് എനി ലെവൽ ഫ്രം ഹോൾ ഓർഗാനിസം ടു ഓർഗൻസ്, സെൽസ് ആൻഡ് സെൽ ഓർഗനൈസ് യൂസിങ് ദി മെത്തേഡ് ഓഫ് മെക്കാനിക്സ്. അപ്പോൾ മെക്കാനിക്സ് and how we are relating mechanics in our body, that is biomechanics. And introduction നമ്മൾ പറഞ്ഞു, that already discussed in last class. Okay, our first topic എന്ന് പറയുന്നത് kinematics and introduction to kinetics. Kinematics and introduction to kinetics and a description of motion. Kinetics includes the set of concepts that allows us to describe the motion or displacement of a segment without regard to force that cause that movement. അപ്പോൾ ഓരോ മൂവ്മെൻറ്റിന് എന്താണ്, ഓരോ സെഗ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഹൗ വി ഡിസ്ക്രൈബിങ് ഓൾ മൂവ്മെൻറ്റ്സ് ഓർ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്തൗട്ട് റിഗാർഡ് ദ ഫോഴ്സിനെ റിഗാർഡ് ചെയ്യാണ്ട് ഓരോ മൂവ്മെൻറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് 5 couples of concept. 5 concepts are there. Okay, the human skeleton is quite literally system of segments of ligament. Human body എന്ന് പറയുന്നത് ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്. നമുക്ക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പർ ലിംബ്, ആം എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ മുതൽ നമുക്ക് എന്താണ് കൈൻ്റെ അറ്റം വരെ. ട്രങ്ക് എന്ന് പറയുന്നത് ബോഡി, കാല്, ലെഗ്, അത് എൻ്റയർ ഓരോ സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, there are 5 kinematics variables that fully describe the motion or displacement of the segment. അപ്പോൾ നമുക്ക് എന്താണ് 5 കൈനമാറ്റിക്സ് വേരിയബിൾസ് ഉണ്ട്. ദാറ്റ് എന്താണ്, ദ ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ടൈപ്പ് ഓഫ് മോഷൻ. ദ സെക്കൻഡ് വൺ ദ ലൊക്കേഷൻ ഇൻ സ്പേസ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ടാമത്തേതാണ് ഏത്, സ്പേസ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് ഡയറക്ഷൻ ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് the rate of displacement or rate of change of displacement, velocity or acceleration. അപ്പോൾ ഇത് ഓരോ കോൺസെപ്റ്റ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ 5 കൈനമാറ്റിക് വേരിയബിൾസ്. ഈ കൈനമാറ്റിക് വേരിയബിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, that is translatory and rotatory motions are 2 basic concepts of movement. അപ്പോൾ 2 ടൈപ്പ് മോഷനാണ് ബേസിക്കലി നമുക്ക് മെയിനായിട്ട് നമുക്ക് പറയാനുള്ള 2 മൂവ്മെൻറ്റ്സ് ആണ്. വൺ ഈസ് ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേറ്ററി മോഷൻസ്. അതായത് 2 മൂവ്മെൻറ്റ് മോഷൻസ് ആണ് നമുക്ക് കാര്യമായിട്ട് നമ്മൾ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ട്, ഒന്ന് റൊട്ടേറ്ററി മോഷൻ ഉണ്ട്. ആൻഡ് 2 ബേസിക് ആണ്, അതാണ് മെയിൻ മൂവ്മെൻറ്റ്. ആൻഡ് ആഡിഷണൽ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ആർ അച്ചീവ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ദീസ് 2. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടി, അതാണ് ആഡിഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് 2 മൂവ്മെൻറ്റ്സ് ഉണ്ട്, മോഷൻസ് ഉണ്ട്. വൺ ഈസ് ട്രാൻസ്ലേറ്ററി മോഷൻ, ദ സെക്കൻഡ് വൺ ഈസ് റൊട്ടേറ്ററി മോഷൻ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ് 2 ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് എന്താണ്, റൊട്ടേറ്ററി ആൻഡ് ട്രാൻസ്ലേറ്ററി മോഷൻ്റെ കോമ്പിനേഷനാണ് മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ട്രാൻസ്ലേറ്ററി മോഷൻ. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിലെ ഫസ്റ്റ് വേരിയേഷനാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. The translatory motion or linear displacement is the movement of the segment in the straight line. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ്മെൻറ്റ് നടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ട്രാൻസ്ലേറ്ററി മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദാറ്റ് എന്താണ്, നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു ടേബിളിൽ നമ്മൾ എന്താണ് ഹാൻഡ് പ്ലേസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ
വാട്ടർ ഫില്ല് ചെയ്ത ഒരു ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ സ്ട്രെയിറ്റ് ആയിട്ട് നീക്കുന്നു. ഓക്കെ, ഇത് ഫസ്റ്റ് ആ പിക്ചറിനകത്ത് ഫസ്റ്റ് പിക്ചർ നിങ്ങൾക്ക് കാണാം. നമ്മൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, മെല്ലെ മെല്ലെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഗ്ലാസിൻ്റെ അടുത്ത് റീച്ച് ചെയ്യുന്നു, ഗ്ലാസിനെ ഹോൾഡ് ചെയ്യുന്നു, ദെൻ ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. ഇതാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനകത്ത് നമുക്ക് പേര് തന്നെയുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, ദ ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ, ഈച്ച് പോയിൻറ്റ് ഓൺ ദ സെഗ്മെൻറ്റ് മൂവ് ത്രൂ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് ദി സെയിം ടൈം ഇൻ പാരലൽ പാത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കൈയാണ് സെഗ്മെൻറ്റ്. അപ്പോൾ അപ്പർ ലിംബിലാണ് എന്താണ്, കൈയാണ് ഇതിനകത്തുള്ള സെഗ്മെൻറ്റ്. അപ്പർ ലിംബിൽ അതായത് നമ്മൾ എൽബോ ജോയിൻറ്റ് മുതൽ ആ റിസ്റ്റ് ജോയിൻറ്റ് വരെയുള്ള ആ ഒരു പാർട്ടാണ് ഒരു സെഗ്മെൻറ്റ്. ആ സെഗ്മെൻറ്റിൽ ഓരോരോ പോയിൻറ്റ്സ്, അതായത് ഓരോരോ പോയിൻറ്റ്സ് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റ്സും എന്താണ് അവിടെ, അതായത് നമ്മൾ ആ ആം അപ്പർ ലിംബ് ആ ഒരു കൈയിൻ്റെ എല്ലാ ഭാഗവും എവിടെയാണ്, ആ ടേബിളിൽ ടച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആ ടച്ച് ചെയ്യുന്നതിന് ഓരോ പോയിൻറ്റ്, കൈയിൻ്റെ ഓരോ പോയിൻറ്റ് എന്താണ് ആ ടേബിളിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ഓരോ പോയിൻറ്റ്, ഓക്കെ, ഓരോ പോയിൻറ്റ് എന്താണ് മൂവ്സ് ത്രൂ സെയിം ഡിസ്റ്റൻസ്, ഒരേ ഡിസ്റ്റൻസിൽ ഒരേ സമയത്ത് പാരലൽ പാത്തിൽ മൂവ് ചെയ്യും. ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഈച്ച് പോയിൻ്റ് ഓൺ ദ സെഗ്മെൻറ്റ് മൂവ്സ് ത്രൂ സെയിം ഡിസ്റ്റൻസ് അറ്റ് ദ സെയിം ടൈം ഇൻ പാരലൽ പാത്ത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഓഫ് ദ മോഷൻ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ദ ട്രാൻസ്ലേറ്ററി മോഷൻ. A body segment moves an object combined from forearm and segment. Forearm എന്ന് പറയുന്നത് നമ്മുടെ എൽബോ ജോയിൻറ്റിന് ശേഷമുള്ള ഭാഗത്തിന് നമ്മൾ പറയും ഫോറാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിട്ട് ഒരു ക്ലാസ് ഞാൻ പിന്നെ എടുത്തു തരാം. അപ്പോൾ എൽബോ ജോയിൻറ്റിന് മുന്നോട്ട് പോകുന്നതാണ് ഫോറാം. ദ ഫോറാം hand segment as it moves forward to grasp an object. The translation of the body segment rarely occurs in human motion without some concomitant റൊട്ടേഷൻ ഓഫ് ദ സെഗ്മെൻറ്റ്. ഈവൻ റൊട്ടേഷൻ വരും. അതായത് നമുക്ക് ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ എന്താണ് കുറച്ചുകൂടി റെയറാണ്. ബിക്കോസ് എന്താണ് അതിനകത്ത് റൊട്ടേറ്ററി മോഷൻസ് വരും. അപ്പോൾ നിങ്ങൾ അനാട്ടമിയിലെല്ലാം പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അനാട്ടമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്കെയിൽ വെച്ച് മൂവ് ചെയ്യുന്ന പോലെ നമ്മളെ ബോഡി പാർട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണ് ചെറിയ ചെറിയ റൊട്ടേഷൻ ഇൻസൈഡിലെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഇതാണ് ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ. Each point on the forearm and hand moves through same distance at the same time in parallel path. അപ്പോൾ ഒരു സെയിം ഡിസ്റ്റൻസിൽ സെയിം പാരലൽ പാത്തിൽ സെയിം ടൈമിൽ എല്ലാ പോയിൻറ്റ്സും ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്ററി മോഷൻ ഓർ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി റൊട്ടേറ്ററി മോഷൻ. റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത് അത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. റൊട്ടേറ്ററി മോഷൻ ഓൾസോ നോൺ ആസ് ആംഗുലാർ മോഷൻ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് is the movement of the segment around a fixed axis that is called center of rotation. Okay, in a curved path. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോറാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എൽബോന് ശേഷമുള്ള ഭാഗം. അപ്പോൾ ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ എൽബോന് ശേഷമുള്ള ഭാഗം നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബ്രേക്ക്. അതായത് നിങ്ങൾക്ക് നോക്കാം, നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളം എടുത്തതിന് ശേഷം ദാറ്റ് ആംസ് ഫോറാം അല്ലെങ്കിൽ റിസ്റ്റിൻ്റെ ആ ഫിംഗേഴ്സൊക്കെ എങ്ങോട്ട് നമ്മൾ മൗത്തിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കൈ മടങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് റൊട്ടേഷൻ. ആ റൊട്ടേഷനകത്ത് ഒരു ആക്സിസ് എൽബോ എന്ന് പറഞ്ഞ ഒരു ആക്സിസിൽ നമ്മൾ അതിൻ്റെ ആ ഫോറാം എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറാം എന്ന് പറയുന്ന ആ ഒരു പാർട്ട് എന്താണ് ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റാണ്, ഒരു ആംഗുലർ മൂവ്മെൻറ്റാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് the angular displacement or rotatory motion. The true rotatory motion എന്ന് പറയുന്നത് each point on the segment moves through the same angle at the same time and at a constant distance from the center of rotation. Center of rotation എന്ന് പറയുന്നത് ആക്സിസ്, നമ്മൾ ഏത് ഒരു ഏരിയ എന്നാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫാൻ എടുക്കുന്നതാണെങ്കിൽ ഫാൻ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഫാനിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് മേലെ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അല്ല ആ സെൻട്രൽ പാർട്ടാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ലോക്ക് എടുക്കുന്നതാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ വെൻ വി ആർ ലുക്കിംഗ് അബൌട്ട് ദ ക്ലോക്കിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് ആ ഓരോ മിനിറ്റ് സൂചി ഉണ്ട്, പിന്നെ എന്താണ് സെക്കൻഡ് സൂചി, അങ്ങനെ വലിയ സൂചി ചെറിയ സൂചിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പാർട്ടുണ്ട്, ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ദ ഏരിയ വിച്ച് ഈസ് എന്താണ്
ദ സെൻറ്റർ ഓഫ് ദ റൊട്ടേഷൻ, ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ സെഗ്മെൻറ്റ് മൂവ് ചെയ്യുന്ന ആ ഒരു സെൻറ്ററാണ്, ഒരു ഫിക്സ്ഡ് ആക്സിസ് ആണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ അവർ ബോഡി നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നതാണെങ്കിൽ എൽബോ ജോയിൻ്റ് ആണ് നമ്മുടെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ട്രൂ റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത് the true rotatory motion, each point of the segment moves through same angle at the same time at a constant distance. Okay, the same time le or same angle constant distance move ചെയ്യുന്നതാണ് ഒരു സെൻറ്റർ ഓഫ് റൊട്ടേഷനകത്ത് കോൺസ്റ്റൻറ്റ് മൂവ് ചെയ്യുന്നതാണ് റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത്. Then true rotatory motion can occur only if the segment prevented from translating and forced to rotate about a fixed axis. അതായത് നമുക്കെന്താണ് ദിസ് ഡസ് നോട്ട് ഹാപ്പൺ ഇൻ എ ഹ്യൂമൻ മൂവ്മെൻറ്റ്. അതായത് നമുക്കെന്താണ് ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് ട്രൂ റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത് നമുക്കെന്താണ് അതിനകത്ത് ഈ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അതായത് ലീനിയർ മോഷൻ ഉണ്ടാവില്ല. ബട്ട് ഹ്യൂമൻ ബോഡിയിൽ എന്താണ് നമുക്ക് ട്രൂ റൊട്ടേറ്ററി മോഷൻ അവൈലബിൾ അല്ല, ബിക്കോസ് എന്താണ് അവിടെ ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പോൾ നമുക്ക് ചുരുക്കി പറയുന്നതാണെങ്കിൽ ട്രൂ റൊട്ടേറ്ററി മോഷനും ട്രൂ ട്രാൻസ്ലേറ്ററി മോഷനും ഹ്യൂമൻ ബോഡിയിൽ അവൈലബിൾ അല്ല. അതായത് റൊട്ടേറ്ററി മോഷൻ വരുന്നതാണെങ്കിൽ അതിൻ്റെ അകത്ത് മൈൽഡായിട്ടൊരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് എന്താണ് നമുക്ക് റൊട്ടേറ്ററി മോഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇത് നല്ല രീതിയിലൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ എല്ലാം പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട്. ഓൾ പോയിൻറ്റ്സ് ഓഫ് ദ ഫോർആം hand segment moves through same distance at the same time around that what appears be fixed axis. Actually none of the body segment move around a truly fixed axis. All joint axis shifted at least. അതായത് നമുക്കിപ്പോൾ ഹ്യൂമൻ ബോഡീൻ്റെ കേസിൽ എടുക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെഗ്മെൻറ്റ് പോലെയല്ല, ഒരു ഫാൻ മാതിരിയല്ല. ഹ്യൂമൻ ബോഡിയിൽ ട്രൂ മൂവ്മെൻറ്റ്സ്, അതായത് ട്രൂ റൊട്ടേറ്ററി മൂവ്മെൻറ്റോ ട്രൂ റൊട്ടേഷനോ ട്രൂ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ളൊരു ഫിക്സ് ആക്സിസോ നമുക്ക് ഇതിൽ ഉണ്ടാവും. ആക്സിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്താണ് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർ ആവാം. അതായത് ആ ആക്സിസിനെ പ്യൂറായിട്ട് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് പ്ലേസിൽ വെക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ദി തേർഡ് വൺ എന്ന് പറയുന്നത് ജനറൽ മോഷൻ. ജനറൽ മോഷൻ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ദ ഫസ്റ്റ് ടൈം ഐ ഡിസ്കസ്ഡ് ദാറ്റ് ദ തേർഡ് വെറൈറ്റി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ്റെയും റൊട്ടേറ്ററി മോഷൻ്റെയും കോമ്പിനേഷനാണ്, ദാറ്റ് ഈസ് കോൾഡ് ജനറൽ മോഷൻ, ആർ കോമൺ ആൻഡ് ക്യാൻ ബി വെരി എവിഡൻറ്റ്. അപ്പോൾ നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് കൂടുതലായിട്ട് പറയുന്നത് ഈ ജനറൽ മോഷനാണ്. ഓൾ മൂവ്മെൻറ്റ്സ് എന്താണ് റൊട്ടേറ്ററി മോഷനും ലീനിയർ മോഷൻ്റെയും കോമ്പിനേഷനാണ് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് എന്താണ് മൂവ്മെൻറ്റ്സും. ഓക്കെ, ദ curvilinear motion or plane or planar motion designates a combination of translation and rotation of the segment in 2 dimension parallel to a plane with a maximum 3 degrees of freedoms. അതായത് 2D ഡയമെൻഷനിലാണ്. അതായത് നമുക്ക് ഒരു 1D ഉണ്ട്, 2D 3D എന്നൊക്കെ ഉണ്ട്. അപ്പോൾ 3D എന്നൊക്കെ പറയുന്നത് 2 ഡയമെൻഷനിലേക്ക് നമുക്ക് മൂവ്മെൻറ്റ്, അതായത് ഒരു സെഗ്മെൻറ്റിൽ തന്നെ 2 ഡയമെൻഷനിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ട്. അതായത് ഏതാണ് റൊട്ടേറ്ററി മോഷനും ട്രാൻസ്ലേറ്ററി മോഷൻ. വെൻ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ occurs, the axis about which segment moves is not fixed but rather shifted to space of movement. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിസ് നമുക്കൊരു കറക്റ്റ് ഒരു ബേസിൽ ആക്സിസ്, നമ്മളിപ്പോൾ എൽബോ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മൂവ്മെൻറ്റിനകത്ത് എൽബോ ജോയിൻ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിസ് ആയിരുന്നു. ബട്ട് എന്താണ് ആ ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് പല ഏരിയയിലും വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടേബിളിൽ വെച്ചിട്ട് നമുക്ക് ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും ആക്സിസ് അത് തന്നെയാണ്. അല്ലാണ്ട് വിത്തൗട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴും ആ ആക്സിസിൻ്റെ എന്താണ് പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ആക്സിസ് സെയിം ആയിരിക്കും, ബട്ട് ആക്സിസിൻ്റെ സ്പേസ് എന്താണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഏരിയയിലായിരിക്കും. ദ ആക്സിസ് അറൗണ്ട് വിച്ച് എ സെഗ്മെൻറ്റ് അപ്പിയേഴ്സ് ടു മൂവ് in any part of its path is referred to as an instantaneous center of rotation or instantaneous axis of rotation. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല. ഇപ്പോൾ മോഷനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ലീനിയർ മോഷനും ട്രൂ ട്രാൻസ്ലേറ്ററി മോഷൻ നമുക്ക് അവൈലബിൾ അല്ല. ദ ജനറൽ മോഷനാണ് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആക്സിസ് എന്ന് പറയുന്നത് ഓരോ ടാസ്കിനും ഓരോ മൂവ്മെൻറ്റിനും ഓരോ സ്ഥലത്തായിരിക്കും ഓരോ ഏരിയ ആയിരിക്കും നമുക്ക് ആക്സിസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുന്നതാണെങ്കിൽ ഞാനിപ്പോൾ എൽബോൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു
നമ്മൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കുക. ഇരുന്നിട്ട് ഒരു ചെയറിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഹോൾഡ് ചെയ്തു, വെള്ളം കുടിക്കും. കൈയിൻ്റെ എൽബോ ജോയിൻറ്റ് മടങ്ങി വന്ന് മൗത്തിനടുത്തേക്ക് വന്നു. ഓക്കെ, അതൊരു പ്ലേസ്മെൻറ്റ്. അതേമാതിരി തന്നെ നമ്മൾ നിന്നിട്ട് അതേ മൂവ്മെൻറ്റ്, നമ്മൾ ഇരുന്നതിന് അതേ മൂവ്മെൻറ്റ് തന്നെ നിന്നിട്ട് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ അതിൽ ആക്സിസിൻ്റെ പ്ലേസ്മെൻറ്റ് മാറി. അപ്പോൾ ഓരോ മൂവ്മെൻറ്റിനും ഓരോ ടാസ്കിനും ഓരോ ഏരിയയിലെത്തുമ്പോൾ ഡിഫറെൻറ്റ് ആക്സിസ് ആയിരിക്കും ഓരോ മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആക്സിസിനെ നമ്മൾ പറയുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിനനുസരിച്ചിട്ട് ആക്സിസ് നമുക്ക് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ക്ലാസ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് എന്തെങ്കിലും ഫാസ്റ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് എന്താണ് നല്ല രീതിയിലൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കുക. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ബിക്കോസ് ഇന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. സോ ദാറ്റ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. ഓക്കെ, താങ്ക് യു.